ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ട്വിൻ ഫെറീസ് ആൻഡ് മം. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വീട്ടിൽ നമുക്ക് ഒരു അടിപൊളി മട്ടൻ കറിയുടെ റെസിപ്പിയാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അതിനായിട്ട് ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മട്ടൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. 1 കിലോ മട്ടനാണ് എടുത്തിരിക്കുന്നത്. ഇനി ഒരു പ്രഷർ കുക്കർ എടുക്കുക. നമ്മൾ മട്ടൻ എപ്പോഴും കുക്ക് ചെയ്യുമ്പോഴും വാങ്ങുമ്പോഴും കുറച്ച് നെയ്യോട് കൂടി തന്നെ നമ്മൾ മട്ടൻ വാങ്ങാൻ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് അതിൽ ചേരുവകൾ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് എരിവിന് കുരുമുളകാണ്. കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആയ ചെറിയ ഉള്ളി, അതൊരു കൈപ്പിടി നിറച്ച് ഞാൻ ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. എൻ്റെ കയ്യിൽ കുറച്ച് വലിയ ഉള്ളി ആയതുകൊണ്ട് അത് മതി. ഇനി നമുക്ക് കുക്കർ അടച്ച് വെച്ച് നമുക്ക് സിമ്മിലിട്ട് വേവിക്കാം. എന്നിട്ട് നമുക്ക് പ്രഷർ പതുക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് വിസിൽ വെച്ച് കൊടുക്കാം. ഇനി അവിടെ ഇരുന്ന് ലോ ഫ്ലെയിമിലിരുന്ന് ഒരു 5 വിസിൽ വരുന്നിടം വരെ അതവിടെ ഇരുന്ന് വേവട്ടെ. അപ്പോഴത്തേക്കും നമുക്ക് ബാക്കി വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം കട്ട് ചെയ്ത് വെക്കാം. അതിനായിട്ട് ഞാനിവിടെ 2 സവാള എടുത്തിട്ടുണ്ട്. ഒരു വലിയ സൈസ് സവാള, അത് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ട തക്കാളിയാണ്. ഒരു തക്കാളി, അതും ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുക. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി, അത് 2 മീഡിയം സൈസിൽ ഒരു 2 ടേബിൾ സ്പൂണോളം ഇഞ്ചിയും വെളുത്തുള്ളിയും ഒരുമിച്ച് ചതച്ച് അത് ഞാൻ ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അടി കെട്ടിയായിട്ടൊരു പാത്രം എടുക്കുക. അതിലോട്ട് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലോട്ട് കടുകും അതുപോലെ തന്നെ വറ്റൽമുളകും ഇട്ട് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ സവാള ഇടുക. ഞാൻ വീഡിയോ ഓഫ് ചെയ്ത് വെച്ച് അതുകൊണ്ട് തന്നെ അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. നമ്മൾ നന്നായിട്ട് സവാള വഴണ്ടി വരുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് എടുക്കുക. അതിന് ശേഷം നല്ലതുപോലെ വഴറ്റുക. നമ്മളിപ്പോൾ സവാളയുടെ കളറൊക്കെ നല്ലതുപോലെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ച് നമുക്കൊന്ന് കുക്ക് ചെയ്യാം. കുറച്ച് നേരം അടച്ച് വെച്ചതിന് ശേഷം ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഒന്നും കൂടെ ഒന്ന് വഴറ്റിയിട്ട് നമുക്ക് പൊടികളെല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നത് മല്ലിപ്പൊടിയാണ്. ഇനി മട്ടൻ മസാലയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ഇനി അടുത്തത് മുളക് പൊടിയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ഇതെല്ലാം കൂടെ ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. നല്ലതുപോലെ ആ പച്ച ചെവയെല്ലാം മാറുന്ന ആ ഒരു മണമൊക്കെ മാറുന്ന രീതിയിൽ നമ്മൾ നല്ലതാക്കി സോട്ട് ചെയ്യുക. സോട്ട് ചെയ്തതിന് ശേഷം ഈ എണ്ണ കുറച്ചിങ്ങനെ തെളിഞ്ഞ് വരും. അപ്പോൾ നമ്മൾ തക്കാളി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇനി തക്കാളിയും കൂടെ കിടന്ന് അതൊന്ന് സോഫ്റ്റായിട്ട് വരുന്നിടം വരെ നമുക്കതൊന്ന് കുക്ക് ചെയ്യാം. അപ്പോഴേ നമ്മൾ മട്ടൻ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കി. അപ്പോൾ നമ്മളെ മട്ടൻ ഇവിടെ വെന്തിട്ടുണ്ട്. അതുപോലെ ഗ്രേവിയും എല്ലാം ഉണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് മട്ടൻ്റെ സ്റ്റോക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്കിനി ബാക്കി അതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ബാക്കി വരുന്ന ഗ്രേവിയിലോട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന മട്ടൺ പീസസ് നമുക്കിനി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പം അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നല്ല ഗ്രേവി നമുക്കുണ്ട്. അപ്പം നമ്മളത് കുക്കറിലാണ് വേവിച്ചത്. നമ്മൾ ഒരു 5 വിസിലാണ് ഇവിടെ അടുപ്പിച്ചത്. നല്ലതുപോലെ വെന്തിട്ടുണ്ട്. പിന്നെ ഇനി കുറച്ചൊന്ന് ആ ഒരു മസാലയിൽ കിടന്ന് ഈ ഗ്രേവി മസാലയും കൂടെ ഒന്ന് പിടിക്കണം. അത്രയേ ഉള്ളൂ. ഓൾറെഡി അതിൽ ഉപ്പും അതുപോലെ എരിവും ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു മസാലയിൽ കിടന്ന് നമ്മളെ കറി നല്ലതുപോലെ ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നല്ല ഇതാണ്. ഇത് കാണുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം, നല്ല കൊതി വരും നമുക്ക്. അത്രയ്ക്കും ടേസ്റ്റി ആയിട്ടുള്ളൊരു മട്ടൻ കറിയാണ്. അപ്പം കുറച്ച് നേരം ഞാൻ അടച്ച് വെച്ച് വേവിക്കാം. ഒരു 5 മിനിറ്റ്സ് അടച്ച് വെച്ചതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. അപ്പം ഇങ്ങനെ എണ്ണയൊക്കെ ഇങ്ങനെ തെളിയാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മട്ടൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും നെയ്ച്ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയതാണ്. അപ്പം കുറച്ച് നേരം കൂടെ ഒന്ന് അടച്ച് വെക്കാൻ നേരത്തെ ഒന്നും കൂടെ നമുക്ക് വറ്റിക്കണമെങ്കിൽ മാത്രം. അപ്പോൾ നമ്മൾ സ്വാദിഷ്ടമായ മട്ടൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.